പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ റൗണ്ട് ഓഫ് 32-ൽ ആളുകൾ എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു മാച്ചാണ്. കാരണം ഒരു പറ്റത്ത് ബ്രസീൽ നന്നായി കളിക്കുന്നു, അർജൻറ്റീന അവസാന ദിവസമാണ് ഇറങ്ങുന്നത്. അതിനിടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ കളിക്കാൻ ഇറങ്ങുന്നു. മറുപുറത്തുള്ളത് മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യയുമാണ്. നമുക്കറിയാം 6 വേൾഡ് കപ്പ് കളിച്ച 2 ലെജൻസാണ് മോഡ്രിച്ചും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും. രണ്ടിലൊരാൾ ഈ വേൾഡ് കപ്പിലെ അവസാനത്തെ മത്സരമായിരിക്കും കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പം ഈ ഒരു മാച്ചിന് എത്രത്തോളം ആളുകൾ എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? എന്തായിരിക്കും ഒരു മാച്ചിൻ്റെ ഒരു ഔട്ട്കം എന്താവാനാണ് സാധ്യത? നമ്മൾ ഈ ഒരു മാച്ചിന് എക്സൈറ്റിംഗ് ആയി വെയിറ്റ് ആകുന്നത് പോലെ തന്നെ ഈ മാച്ച് സത്യം പറഞ്ഞാൽ ഒരു പോർച്ചുഗൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു ടെൻഷനിൽ തന്നെയാണ്. കാരണം അവരുടെ ഈ ഒരു അവരെ എക്സ്പെക്റ്റ് ചെയ്തൊരു രീതിയിലല്ല പോർച്ചുഗൽ ഈ വേൾഡ് കപ്പ് കളിച്ചെന്നുള്ളതൊരു സത്യമാണ്. കാരണം പോർച്ചുഗലിൻ്റെ ആ ഒരു സ്ക്വാഡ് നോക്കി ആ ഒരു മിഡ്ഫീൽഡും വിങ് ബാക്കുകളും അങ്ങനെ മൊത്തത്തിൽ കുറച്ചും കൂടി ഡോമിനേറ്റിംഗ് ആയിട്ട് പോർച്ചുഗൽ കളിക്കുന്നതാണ് പൊതുവെ ആരാധകർ പ്രതീക്ഷിച്ചത്. അപ്പം ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പം കുറച്ചൊരു എക്സൈറ്റിംഗ് എന്നതിലുപരി കുറച്ച് ടെൻസ്ഡ് ആയിട്ടാണ് ഞാൻ കൂടുതലും പോർച്ചുഗൽ ഫാൻസിനെ കണ്ടിട്ടുള്ളത്. ഈ നമ്മൾ ക്രൊയേഷ്യനെ പറ്റി പറയുമ്പം കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ട ക്രൊയേഷ്യയായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി അത്ര പെർഫോമിംഗ് അല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഈ ആദ്യ മത്സരം ഇംഗ്ലണ്ടിനോട് തോറ്റതിന് ശേഷം 2 മത്സരവും ജയിച്ച് ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് അവരും വരുന്നത്. അപ്പം ഈ പോർച്ചുഗലാണെങ്കിൽ അവസാന മത്സരം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കൊളംബിയയോട് ഡ്രോ ആണെങ്കിലും വളരെ കൊളംബിയാണ് ഫുൾ ഡോമിനേറ്റ് ചെയ്തതും പോർച്ചുഗലിന് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ബിഗ് സ്റ്റേജ് വരുമ്പോൾ ബിഗ് പ്ലെയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുള്ളത് നമ്മൾ ഇതിൻ്റെ മുമ്പ് പലതവണ കണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ റൊണാൾഡോ ആയാലും മിഡ്ഫീൽഡേഴ്സ് ആയാലും ഈ ഒരു മത്സരത്തിൽ പക്ഷേ ഇതായിരിക്കും അവരുടെ ഒരു വേൾഡ് കപ്പ് സ്റ്റാർട്ടിങ്. ചിലപ്പോൾ അവരുടെ ആ വേൾഡ് കപ്പ് തുടങ്ങുന്നത് ആവാം എന്നുള്ള ഒരു പ്രതീക്ഷ ആയിരിക്കും അവരുടെ ഫാൻസിനുള്ളത്. ഇപ്പോൾ ഹരി, നമ്മൾ ഈ ജൂലൈ 3 എന്നുള്ള ഡേറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരിക്കലും മറക്കാതിരിക്കേണ്ട ഒരു പേരാണ് ഡിയാഗോ ജോട്ട എന്നുള്ളത്. കാരണം ജോട്ടയും സഹോദരനും യാത്ര ചെയ്തിരുന്ന കാർ ആക്സിഡൻ്റ് ആവുകയും മരണപ്പെടുകയും ചെയ്തൊരു ഡേറ്റാണ്. അപ്പം പോർച്ചുഗൽ ഫാൻസിന് ആ ഒരു ഡേറ്റിനോട് വളരെ ഇമോഷണൽ കണക്റ്റ് ആയിരിക്കും. ഒരുപക്ഷെ ജോട്ട എന്നുണ്ടായിരുന്നെങ്കിൽ കളിക്കേണ്ടിയിരുന്ന ഒരു സ്ക്വാഡാണ്, മത്സരമാണ് ഈ ഒരു മത്സരം എന്നുള്ളത്. അപ്പം ഈ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ കേരളത്തെ ആകമാനമുള്ള ഫാൻസ് ഫ്ലെക്സെല്ലാം റൊണാൾഡോക്ക് വേണ്ടി കപ്പടിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് ജോട്ടയ്ക്ക് വേണ്ടി കൂടി ഞങ്ങൾ കപ്പടിക്കുന്നു അല്ലെങ്കിൽ കളിക്കാൻ ഇറങ്ങുന്നു എന്നുള്ള തരത്തിലാണ് ഒരു ഫ്ലെക്സുകളും കാര്യങ്ങളൊക്കെ വെച്ച്. അതായത് ജോട്ടയെ അവരത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത് ജോട്ട ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്തൊരു പേരാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും പോർച്ചുഗലിൻ്റെ ഒരു മെൻറ്റാലിറ്റി, എന്തായിരിക്കും പോർച്ചുഗലിൻ്റെ ഒരു മോട്ടീവ്, കളിക്കാനുള്ളൊരു മോട്ടീവ് എന്തായിരിക്കും? ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ തന്നെ അതിന് തൊട്ടു മുന്നേ തന്നെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞാണ് വി ആർ കമ്മിങ് വിത്ത് 26+1 എന്ന് പറഞ്ഞു. ആ ഒരു ജോട്ട ആ ടീമിനൊപ്പം ഉണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞതും. അതിനുശേഷം ഈ മാച്ചുകൾ തുടങ്ങുന്നതിന് മുമ്പൊക്കെ ജോട്ടയെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകളൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു മാച്ചുകൾക്ക് മുന്നേ ഒക്കെ. സോ യെസ്, ജോട്ടയുടെ ആ ഒരു പ്രസൻസ് ഉണ്ടാവേണ്ടിരുന്ന ഒരു സ്ക്വാഡാണ്. അദ്ദേഹം ഇപ്പം ഇല്ല, ബട്ട് ആ ഓർമ്മ ഉണ്ടാവും. ആ ഒരു വേദനയും കൂടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ലിവർപൂളിന് എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് അത് പോർച്ചുഗൽ ടീമിനെയും ബാധിച്ചിട്ടുണ്ടാകുക. പ്രത്യേകിച്ച് റുബൻ നെവസ്, അദ്ദേഹം ആ നമ്പർ 21 ജേഴ്സിയിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല മര്യാദയ്ക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ. ബട്ട് സ്റ്റിൽ ജോട്ടയുടെ ഓർമ്മ ഉണ്ടാവും അവർക്ക്. ജോട്ടയ്ക്ക് വേണ്ടി മാത്രമല്ല, അവർ റൊണാൾഡോയ്ക്ക് വേണ്ടി കപ്പടിക്കും, ജോട്ടയ്ക്ക് വേണ്ടിയും കൂടിയാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ അവർ ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് പെർഫോം ചെയ്തേ പറ്റൂ. ഇന്ന് പെർഫോം ചെയ്തില്ലെങ്കിൽ പുറത്തായി എന്നുള്ളൊരു ഇതാണ്. സോ ജോട്ടയ്ക്ക് വേണ്ടിയാണെങ്കിലും റൊണാൾഡോയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇന്ന് അവർ പെർഫോം ചെയ്തേ പറ്റൂ. ഇപ്പോൾ നമുക്ക് ഈ റുബൻ നെവസിൻ്റെ ഒക്കെ കാര്യം സംസാരിക്കുമ്പോൾ പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡ് നമ്മൾ എന്തുകൊണ്ടും ദ ബെസ്റ്റ് മിഡ്ഫീൽഡ് എന്ന് റേറ്റ് ചെയ്തിരുന്ന ഒരു മിഡ്ഫീൽഡാണ്. അതിന് കാരണം വരുന്നത് ചാമ്പ്യൻ പ്ലെയേഴ്സാണ്, അല്ലെങ്കിൽ ഭയങ്കര വിന്നിങ് മെൻറ്റാലിറ്റിയുള്ള പ്ലെയേഴ്സാണ്, ഇൻഡിവിജ്വലി ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, പ്രീമിയർ ലീഗിൽ ഓൾ ടൈം 1 സീസൺ അസിസ്റ്റ് എന്നുള്ള റെക്കോർഡ് തിയറി ഹെൻറിയുടെയും കെവിൻ ഡി ബ്രൂയിനെയും പേരുള്ള റെക്കോർഡാണ് ആൾ ബീറ്റ് ചെയ്യുന്നത്. മറുപുറത്ത് ജാവനോ സ്വീറ്റിനിയ, നമ്മൾ എതിർ ടീമിൻ്റെ ആരാധകർ കണ്ടിങ്ങനെ അസൂയപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു അത്. അതായത് അവർ PSG ആ ഒരു മിഡ്ഫീൽഡ് റൂൾ ചെയ്യാന്ന് പറയും, നമ്മൾ കളിക്കുക എന്നുള്ളപ്പുറത്ത് റൂള് ചെയ്യുന്ന രീതിയായിരുന്നു. ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു. അപ്പോൾ അത്തരത്തിലൊരു ഭയങ്കര സ്റ്റാർ പാക്കഡ് ടീമുണ്ട്. ബെഞ്ചിലാണെങ്കിലും ഇപ്പോൾ റൂബൻ നെവസിനെ പോലെ നല്ല സോളിഡായിട്ട് നിൽക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം താരങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ഇതുവരെയുള്ള മത്സരങ്ങളൊന്നും കാര്യമായി മിഡ്ഫീൽഡിൽ അങ്ങനെ ഒരു മേധാവിത്വം, നമ്മൾ പറയുന്നൊരു പ്യുവർ ഡോമിനേഷൻ എന്നുള്ള രീതിയിൽ ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് തോന്നുന്നത്?
അതായത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് മാച്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഇവർ ഡോമിനേറ്റ് ചെയ്യുകയല്ല, അതായത് പന്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആദ്യത്തെ ഒരു മാച്ചിൽ നമ്മൾ കണ്ടത്. രണ്ടാമത്തെ മാച്ചിലേക്ക് വന്നപ്പോൾ ബ്രൂണോ അസിസ്റ്റ് നൽകുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ മൂന്നാമത്തെ മാച്ചിൽ വീണ്ടും ഇവർ നിർമ്മങ്ങിയൊരു അവസ്ഥയായിരുന്നു. സോ പക്ഷേ നമുക്കറിയാം ഇതൊരു നാഷണൽ ടീം മാച്ചാണ്. ഇവർ പലരും പല ലീഗിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. ഇപ്പോൾ ബ്രൂണോ കളിക്കുന്നത് പ്രീമിയർ ലീഗിലാണ്, മറ്റു രണ്ടുപേരും ഫ്രഞ്ച് ലീഗിലാണ്. പല സ്റ്റൈലിൽ കളിക്കുന്നവർ, പല കോച്ചിൻ്റെ അണ്ടറിൽ കളിക്കുന്നതാണ്. അവർക്ക് ഒരുമിച്ചൊന്ന് ജെല്ലാവാൻ ചിലപ്പോൾ സമയം വേണ്ടി വരും. പക്ഷേ ആ സമയം എടുക്കേണ്ട സമയം കഴിഞ്ഞു. ഈ മാച്ചിൽ അവർ കളിച്ചേ പറ്റൂ. കാരണം ഈ ഒരു മാച്ചിൽ അത്രയും നിർണായകമായ മാച്ചാണ്, പുറത്തായാൽ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ എനിക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട് കൂടെയുള്ള ക്രൊയേഷ്യയുടെ മാച്ച് കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡ്ഫീൽഡിൽ ഈ പ്ലെയേഴ്സ്, ഈ പറഞ്ഞ 3 പേർക്കും ഡോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രൊയേഷ്യ പണ്ടത്തെ ക്രൊയേഷ്യ അല്ല. അവരുടെ പ്ലെയേഴ്സ് ആണെങ്കിലും പുതിയ തലമുറ വരുന്ന പ്ലെയേഴ്സ് നമുക്കറിയാം, നമ്മളത്ര പേര് കേട്ട പ്ലെയേഴ്സ് അല്ല. സോ അവർ എങ്ങനെ പെർഫോം ചെയ്യും, അതായത് ഇത്രയും പ്രഷർ സിറ്റുവേഷനാണ് ഒന്നാമത് വരുന്നത്. അപ്പോൾ അവരെങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കണം. ബട്ട് എനിക്ക് തോന്നുന്ന ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ മിഡ്ഫീൽഡിന് ഉയരാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ക്രൊയേഷ്യനെ പറ്റി സംസാരിക്കുമ്പോൾ ക്രൊയേഷ്യൻ്റെ ഈ ഒരു വേൾഡ് കപ്പിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് ആളുകൾ വിലയിരുത്തിയത് ഫസ്റ്റ് മാച്ചിലാണ് ഇംഗ്ലണ്ടുമായിട്ട്. കാരണം വെരി ഫസ്റ്റ് മാച്ചിൽ തന്നെ അത്രയും വലിയൊരു ഫേവറേറ്റുകളെന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സോക്കോൾഡ് ഒരു പവർ ഹൗസായ ഒരു ടീമിനെതിരെ ക്രൊയേഷ്യക്ക് കളിക്കാനൊരു അവസരം കിട്ടുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 വേൾഡ് കപ്പ് എഡിഷനിലും ലൂക്ക മോഡ്രിച്ച് എന്നുള്ള ഒരു പ്ലെയർ, അല്ലെങ്കിൽ അതിന് മുമ്പ് 2018 ഒരുപാട് താരങ്ങളുണ്ട്. അവർക്ക് പെരിസിച്ച് ഉണ്ടായിരുന്നു, മാൻസുകിച്ച് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ എഡിഷനിലാണെങ്കിൽ ലിവാക്കോവിച്ചിനെ പോലെ നല്ലൊരു ഗോൾ കീപ്പർ, ഒപ്പം സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് താരങ്ങൾ, അങ്ങനെ ഒരു സ്റ്റാർ പാക്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോക്കോൾഡ് സൂപ്പർ സ്റ്റാറുകളല്ലെങ്കിലും ഇൻഡിവിജ്വലി നല്ല ടാലൻ്റുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷത്തേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടൊരു ക്രൊയേഷ്യയുടെ ഒരു 10-1 ഇങ്ങനെ ചുരുങ്ങുന്ന പോലെ പലപ്പോഴും പല മത്സരങ്ങളിലും ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫ്ലെയർ അവരിന്ന് വരുന്നില്ല. മോഡ്രിച്ച് ആണെങ്കിൽ നമുക്കറിയാം ഏജ് ആകുമ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ചെറിയൊരു മങ്ങലൊക്കെ ആളുടെ പെർഫോമൻസ് വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരു മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് കളി മാറ്റാൻ പറ്റും. എന്തായിരുന്നു ഒരു ക്രൊയേഷ്യയുടെ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ ഒരു എന്താണ് ആ ഒരു പ്രകടനം വെച്ചിട്ട് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ക്രൊയേഷ്യയിൽ നിന്ന്? ഇപ്പം നമ്മൾ ക്രൊയേഷ്യനെ പറ്റി പറയുമ്പോൾ അവരുടെ ഒരു ഗോൾഡൻ ജനറേഷനായിരുന്നു. അവരുടെ ക്രൊയേഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്റ്റാർ സ്റ്റഡ് ടീം തന്നെയായിരുന്നു കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും. അതുകൊണ്ട് നമ്മൾ 2018 അവർ പെർഫോം ചെയ്തിരുന്നു, 22 നല്ല ടീമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ആ പ്ലെയേഴ്സിനെ നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ 2 ലോകകപ്പിലെയും ക്രൊയേഷ്യൻ ടീം നോക്കുമ്പോൾ അതിലൊരു 8-9 പ്ലെയേഴ്സ് യൂറോപ്യൻ ടോപ്പ് ക്ലബ്സിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്ലെയേഴ്സാണ്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം അവരുടെ ഒരു സ്ക്വാഡ് നോക്കുമ്പം നമുക്കൊരു 3-4 പ്ലേയേഴ്സിനെ മാത്രമേ ആ ഒരു രീതിയിൽ കാണുന്നുള്ളൂ. നമ്മളിപ്പോൾ പെർസിച്ചിൻ്റെ കാര്യം, പെർസിച്ച് ഇക്കൊല്ലവും കളിക്കുന്നുണ്ട്, പക്ഷേ ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ചത് കഴിഞ്ഞ മത്സരം. അവരുടെ ഈ പെർഫോമൻസ് നമ്മൾ കഴിഞ്ഞ 2 ലോകകപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അവരുടെ ഇക്കൊല്ലത്തെ പെർഫോമൻസ് കുറച്ച് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇതിൽ പറഞ്ഞ മോഡ്രിച്ചിൻ്റെ മിഡ്ഫീൽഡിൽ മോഡ്രിച്ച് ഒരു ഫുൾ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഇപ്പോഴും പുള്ളിയുടെ ആ ഒരു ലെഗ്സിലൊക്കെ വന്ന മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ മെഡ്രിഡിലും നമ്മൾ കണ്ടതാണ്. ഈ ഒരു വർഷമൊക്കെ ആയപ്പോഴേക്കും മോഡ്രിച്ചിൻ്റെ റോള് കുറഞ്ഞ് വരികയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം 40+ ആയി കഴിഞ്ഞു. അപ്പം ആ ഒരു ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്രൊയേഷ്യ കുറച്ചൊരു വീക്ക് ടീമാണ് തന്നെ, അവരുടെ തന്നെ ഒരു പഴയ ടീമുമായിട്ട് കമ്പയർ ചെയ്യാം. കാരണം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ക്വാളിറ്റിയിൽ വന്ന ചേഞ്ചാണ്. അവരുടെ കഴിഞ്ഞ ജനറേഷന് ശേഷം ഈ ജനറേഷനിൽ വന്നപ്പം അങ്ങനെ ഒരു ക്വാളിറ്റി പ്ലെയേഴ്സിൻ്റെ ഒരു അഭാവം ഇപ്പോൾ നമ്മൾ ബെൽജിയത്തിന് സംഭവിച്ചല്ലോ. ബെൽജിയവും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. അത് പെർഫോം ചെയ്താലും ഇല്ലെങ്കിലും കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും മികച്ച സ്കോഡായിട്ടാണ് ബെൽജിയം വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ പ്ലെയേഴ്സിൻ്റെ ഒരു ക്വാളിറ്റിയിലൊരു കുറവ് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. പക്ഷേ എന്ന് വെച്ചാലും അവർ ഇംഗ്ലണ്ടിനോട് തോറ്റതിന് ശേഷമുള്ള 2 ഗ്രൂപ്പ് മത്സരവും ജയിച്ചിട്ടുണ്ട്. അതിപ്പോൾ കാനയോട് അത്ര ഈസി മാച്ചൊന്നും അല്ലായിരുന്നു, പിന്നെ പനാമയോടും. അപ്പോൾ 2 കളിയും ജയിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവരും നല്ലൊരു ഫൈറ്റ് പോർച്ചുഗലിന് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ ബെൽജിയവും ഗോൾഡൻ ജനറേഷനൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം റോബർട്ടോ മാർട്ടിനസ് എന്നുള്ള പേര് ഡിസ്കസ് ചെയ്യണം. കാരണം അത്രയും നല്ലൊരു സ്ക്വാഡ്, നല്ലൊരു പ്ലെയേഴ്സ്, എല്ലാം കൊണ്ടും ഒരു കപ്പടിക്കാൻ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയൊരു ടീമുമായി വന്ന് നിരാശപ്പെടുത്തി മടങ്ങിയൊരു പേരായിരുന്നു ബെൽജിയം എന്നുള്ളത്. അന്നത്തെ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് ആണ് ഇന്ന് പോർച്ചുഗലിൻ്റെ പരിശീലകനായിട്ടുള്ളത്. മാർട്ടിനസ് കഴിഞ്ഞ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങൾ കഴിയുമ്പം ഇതേ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നാഷൻസ് ലീഗ് വിജയിച്ചു, പോർച്ചുഗലിനെ സ്പെയിനെ പോലത്തെ ഒരു ടീമിനെ തോൽപ്പിച്ച് അവർ കിരീടം നേടി,
പക്ഷേ അവസാനം വീണ്ടും മാർട്ടിനസ് ഒരു പടി കേൾക്കുന്നുണ്ട്. ഈ മാർട്ടിനസിൻ്റെ ടാറ്റിക്സിൻ്റെ ഒരു പോരായ്മയാണോ ഈ പോർച്ചുഗലിൻ്റെ ഇത്രയൊരു നല്ലൊരു ഒപ്പോണൻറ്റ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആക്കി സോളിഡ് ഡിഫൻസ് വെക്കുന്ന ടീം വരുമ്പോഴേക്ക് പോർച്ചുഗൽ ഈ പതറിപ്പോകുന്നത്, വീണ് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല, പതറിപ്പോകുന്നതിൻ്റെ കാരണം മാർട്ടിനസിൻ്റെ ടാറ്റിക്സിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കളിക്കാർക്ക് ഇടയിലുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങളാണ്? എന്താണ് അതിനൊരു കാരണം? കളിക്കാർക്കിടയിലുള്ള സ്വാരസ്യങ്ങൾ എനിക്ക് തോന്നുന്നു അതൊരു മീഡിയയുടെ ഒരു സ്റ്റോറി ആയിട്ട് മാത്രം മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു പ്രശ്നം, അതായത് പല രീതിയിലുള്ള മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല ഒരു നാഷണൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേജ് ലൈക്ക് വേൾഡ് കപ്പിൽ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതായത് കോച്ചും പ്ലേയേഴ്സും തമ്മിലുണ്ടായിരിക്കാം, പക്ഷെ പ്ലേയേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത്ര വലുതായി വരാൻ സാധ്യതയില്ല. സോ അത് മാറ്റി നിർത്താം. ബട്ട് കോച്ചിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ഈ വസി പറഞ്ഞ പോലെ തന്നെ ഗോൾഡൻ ജനറേഷൻ, ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയൊരു പരിശീലകനാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഈ സ്മോൾ ടീംസ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റൈലുണ്ട്. ആ ഒരു ലോ കോമ്പാക്ട് ഡിഫൻസ് വെച്ച് ഡിഫെൻഡ് ചെയ്ത് അവസരം കിട്ടുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നൊരു ശൈലി ഉണ്ട് അവർക്ക്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ആ കോച്ചിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇന്നലെ ഇംഗ്ലണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടു കോങ്കോയ്ക്കെതിരെ. അപ്പോൾ കോങ്കോ തന്നെയാണ് പോർച്ചുഗലിനെയും ആ ഒരു, അപ്പോൾ കോങ്കോയുടെ പ്ലാൻ അങ്ങനെയായിരുന്നു. ബട്ട് മറ്റേ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് വീണ്ടും വരുന്നൊരു കാഴ്ച കണ്ടത്. സോ ഇതാണ്, അതായത് നമുക്ക് പ്ലെയേഴ്സായിട്ടൊന്ന് ജെല്ലായി വരാൻ സമയം വേണം. പക്ഷേ ഇനി ആ സമയമില്ല എന്നുള്ളതാണ് വീണ്ടും പറയാനുള്ളത് മാർട്ടിനസിൻ്റെ കാര്യം പറയുമ്പോൾ. ദെൻ അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനോ മെയിൻമാൻ ആക്കി കളിക്കാനുള്ളൊരു തരത്തിലുള്ളൊരു ശൈലിയിലാണ് ഇവർ കളിച്ചു വരുന്നത്. ബട്ട് കുറച്ചും കൂടി ടീം പെർഫോമൻസ് ആണ് വേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് വിങ്ങേഴ്സും കുറച്ചും കൂടി പെനിട്രേഷൻ നടത്തണം. വിങ്ങേഴ്സായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫെലിക്സിനെ ഉൾപ്പെടെ എനിക്ക് ലിയാവിനെ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കോൺസെസാവിനെ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ പെനട്രേഷൻ നടത്തുന്ന ടൈപ്പ് പ്ലേയേഴ്സാണ്. പിന്നെ റൊണാൾഡോന് അത് ടോപ്പ് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ എതിരെയുള്ള മാച്ചിൽ ഫെലിക്സിനെ കണ്ടു നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ പലവട്ടം തോന്നിയിട്ടുണ്ട്. പിന്നെ റൊണാൾഡോനെ ബെഞ്ച് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതൊക്കെ ഉള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ റൊണാൾഡോനെ എങ്ങനെയാണ് ബെഞ്ച് ചെയ്യുക? റൊണാൾഡോ പോയൊരു പ്ലെയറിനെ ഒരിക്കലും ബെഞ്ച് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെയാണ്. ബെഞ്ച് ചെയ്താലും പഴി കേൾക്കേണ്ടി വരും, ബെഞ്ച് ചെയ്തില്ലെങ്കിലും പഴി കേൾക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയാണ് കോച്ചിൻ്റെ. അങ്ങനെ ഇരിക്കുമ്പോൾ റൊണാൾഡോ പോയുള്ള ക്വാളിറ്റി പ്ലെയറിനെ ബെഞ്ച് ചെയ്യാതിരിക്കുകയാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഈ ഒരു മാച്ചിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ടീം പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിച്ചാൽ, മാർട്ടിനസിന് ആ ഒരു പ്ലെയേഴ്സുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാൻ സാധിച്ചാൽ കുറച്ചും എന്തായാലും എനിക്ക് തോന്നുന്നു ക്രൊയേഷ്യ പഴയ ക്രൊയേഷ്യ അല്ല. അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ ഈ 3 പേരും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പോർച്ചുഗലിന് ഒരു വിജയ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ റൊണാൾഡോൻ്റെ കേസ് എന്തായാലും പോർച്ചുഗലിനെ പറ്റി പറയുമ്പോൾ ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ റൊണാൾഡോയെ ബെഞ്ച് ചെയ്താലും പഴി, ബെഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും പഴി എന്നല്ല. അപ്പോൾ മാർട്ടിനസ് ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് എന്നാൽ കളിപ്പിച്ചിട്ട് ഞാൻ പഴി കേട്ടാൽ പോരെ, മൂപ്പര് നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലതും കേൾക്കാം, ഇല്ലെങ്കിൽ പഴി കേട്ടാൽ മതി. അപ്പം എന്താണ് ഈ ഒരു റൊണാൾഡോ ഇപ്പോൾ 3 മത്സരങ്ങൾ 90 മിനിറ്റ് കളിക്കുന്നു, പക്ഷേ അതിൽ ഉസ്ബെക്കിസ്ഥാൻ പോലത്തെ ഒരു വീക്കർ ടീം, ഗ്രൂപ്പിലൊരു വീക്കർ ടീമിനെതിരെ മാത്രമാണ് ആൾക്ക് കാര്യമായി പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതിന് പലപ്പോഴും റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നൊരു കാരണമുണ്ട്, മിഡ്ഫീൽഡും ആ ഒരു അറ്റാക്കിംഗ് സോണും തമ്മിലുള്ളൊരു സ്പേസ്, ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പോർച്ചുഗലിൽ പറ്റുന്നില്ല എന്നുള്ളത്. അതായത് റൊണാൾഡോയിലേക്കുള്ള ഒരു കണക്ഷൻ, ഒരു ബ്രിഡ്ജ് എന്നുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ബ്രൂണോക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പക്ഷേ ഒരു മിഡ്ഫീൽഡിൻ്റെ ഒരു പൊസിഷനിങ്ങിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ റൊണാൾഡോ കുറച്ചും കൂടി ഡീപ്പിലേക്ക് ഇറങ്ങി വരാത്തതിൻ്റെ പ്രശ്നം? എന്താണ് ആ ഒരു പോർച്ചുഗലിൻ്റെ അറ്റാക്കും മിഡ്ഫീൽഡും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ്റെ പ്രശ്നം? റോബർട്ടോ മാർട്ടിനോസിനോട് കഴിഞ്ഞ മത്സരത്തിന് ശേഷം മീഡിയ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് റൊണാൾഡോയെ സബ് വയ്ക്കാത്തത്. അപ്പോൾ പുള്ളി പറഞ്ഞത്, എനിക്കിപ്പം എൻ്റെ ടീമിനൊരു ഗോൾ ആവശ്യമുള്ളപ്പം ഈ ലോകത്തെ ഏറ്റവും നല്ല ഒരു ഗോൾ സ്കോററെ ഞാൻ എങ്ങനെയാണ് സബ് ചെയ്യാമെന്നാണ് കോച്ച് ചോദിച്ചത്. അത് സത്യമാണ്. നമ്മളിപ്പം ഏജിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിലും ഈ ക്രൂഷ്യൽ സമയത്ത് എപ്പോഴും ഒരു ഗോൾ ത്രെറ്റ് തന്നെ റൊണാൾഡോനെ പോലെ ഒരാൾ ബോക്സിലുള്ളത് എപ്പോഴും ആ ടീമിനൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ നമ്മൾ ഈ മിഡ്ഫീൽഡ് ഇത് പറഞ്ഞപ്പോൾ ഈ തൊട്ടുമുമ്പുള്ള പറഞ്ഞ പോലെ ഈ പ്ലെയേഴ്സ് തമ്മിലൊരു അസ്വാരസ്യം എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ മാത്രം ഉപകരിക്കുന്നൊരു കാര്യമാണ്. ആ ടീമിലെ ഇപ്പം അർജൻറ്റീനയുടെ പ്ലെയേഴ്സ് മെസ്സി ഫാൻസ് ആണെന്ന് പറയുന്ന പോലെ തന്നെ ആ ടീമിലെ പ്ലെയേഴ്സൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് തന്നെയാണ്. പക്ഷേ അവിടെ ടാക്റ്റിക്കൽ പ്രോബ്ലമാണ് അവിടെ വരുന്നത്. നമുക്ക് ഈ റൊണാൾഡോനെ ബേസ്, ഇപ്പോൾ ബ്രൂണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുമ്പം അത് ബ്രൂണോ ഫെർണാണ്ടസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ടാക്ടിക്സും ടീമും ഉണ്ടാക്കുന്നത്. പക്ഷേ പോർച്ചുഗലിൽ റൊണാൾഡോനെ ബേസ് ചെയ്ത് ഉണ്ടാക്കുമ്പം അതിലേക്ക് അതൊരു കോച്ച്
അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് കോച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പ്ലേയേഴ്സ് തമ്മിൽ ആ ഒരു ലിങ്കപ്പ് വരുന്നതും. അതല്ലാതെ പ്ലേയേഴ്സ് തമ്മിലൊന്നും അസ്വാരസ്യം എന്നുള്ളതൊക്കെ വെറും അങ്ങനെ ഒരു കെട്ടുകഥ മാത്രമേ ഉള്ളൂ. അപ്പോൾ റൊണാൾഡോ ഗോൾ അടിക്കണം എന്ന് തന്നെയാണ് ഈ പോർച്ചുഗൽ ടീമിലെ ഏതൊരു പ്ലെയറുടെയും വിഷ് എന്തായാലും അത് തന്നെയാണ്. ഇപ്പോൾ പോർച്ചുഗലിൽ നമുക്ക് അറ്റാക്ക് ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും പല പല അറ്റാക്കിംഗ് പൊസിഷനിങ് ആണ് മാറ്റുന്നത്. അപ്പം പെഡ്രോ നെറ്റോ ട്രൈ ചെയ്യുന്നത് കണ്ടു, ലിയാവോ വരുന്നത് കണ്ടു, ജാവോ ഫെലിക്സ് വരുന്നത് കണ്ടു, അങ്ങനെ പല പേരുകളുണ്ട്. ഇപ്പം കോൺസെസാവോ ഫസ്റ്റ് മാച്ചിൽ ഒരു ഇമ്പാക്ട്ഫുൾ സബ്ബായിരുന്നു. ആൾ ഇറങ്ങിയതിന് ശേഷം ഒന്നും കൂടിയും കോങ്കോയെ മറികടക്കാൻ പറ്റി. സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൂ, പക്ഷേ മറികടക്കാൻ അവരുടെ ഡിഫൻസിൻ്റെ സോളിഡിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു ഫ്രണ്ട് ത്രീ ഈ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും പോർച്ചുഗലിൻ്റെ ഒരു സോളിഡ് ഫ്രണ്ട് ത്രീ എന്തായിരിക്കും അതിന് സാധ്യത? എനിക്ക് ഈ ആദ്യ കളിക്ക് ശേഷവും പിന്നെ ഈ കോൺസെസാവോ സ്ഥിരമായി സ്റ്റാർട്ട് ചെയ്യാത്തത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ആദ്യ മത്സരത്തിലും അതിൻ്റെ മുമ്പ് നാഷൻസ് ലീഗിലടക്കം പല മത്സരത്തിലും ഈ കോൺസെസാവോ ഇറങ്ങിയതിന് ശേഷമാണ് പോർച്ചുഗൽ ഭയങ്കര ഒരു അറ്റാക്കിംഗ് ത്രെറ്റായി മാറുന്നത്. ഇപ്പോൾ ജാവോ ഫെലിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാവോ ഫെലിക്സ് വിങ്ങറല്ല. അപ്പോൾ അത് ജാവോ ഫെലിക്സ് വിങ്ങർ പൊസിഷനിൽ ഇറങ്ങുമ്പോൾ ആകെ പോർച്ചുഗലിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റൊണാൾഡോക്ക് ബോക്സിലൊരു ഫെലിക്സ് ബോക്സിൽ നല്ല പ്രസൻസ് ഉള്ള പ്ലെയറാണ്, ഹെഡർ ഗോളുകളൊക്കെ അടിക്കാൻ കെൽപ്പുള്ള. അപ്പോൾ ആ ഒരു ഗുണം മാത്രമേ ഫെലിക്സ് വരുമ്പോൾ കാണുന്നുള്ളൂ. കാരണം ഫെലിക്സ് ഒരു വിങ്ങിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല. അപ്പോൾ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ നെറ്റോയും കോൺസിസാവയും ഓരോ വിങ്ങിലെടുത്ത് ബ്രൂണോനെ കുറച്ചും കൂടി ഫ്രണ്ടിൽ കളിപ്പിക്കുക. അതായിരിക്കും എനിക്ക് തോന്നുന്നു പോർച്ചുഗലിന് കുറച്ച്. കാരണം മിഡ്ഫീൽഡിൽ ഓൾറെഡി വിറ്റീനിയയും നെവസും തന്നെ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം വരുമ്പം നമുക്ക് നല്ല ക്വിക്കായിട്ടുള്ള നെറ്റോ കോൺസിസാവോ പോലത്തെ രണ്ട് വിങ്ങേഴ്സ് രണ്ട് വിങ്ങിൽ വരികയും ബ്രൂണോ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്നുള്ള രീതിയിലേക്ക് വരികയും ചെയ്താൽ. കാരണം ബ്രൂണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ബ്രൂണോക്ക് ഫ്രീ റോളാണ്. കാരണം മാഞ്ചസ്റ്ററിൻ്റെ മിക്കപ്പോഴും ഡീപ്പായിട്ട് ബോൾ എടുക്കുന്നു അങ്ങനെ. പക്ഷേ ഇവിടെ ഈ നെവസും വിറ്റീനിയും വരുമ്പം ആ ഒരു ബ്രൂണോ ഫെർണാണ്ടസിനെ ബേസ് ചെയ്തല്ല പോർച്ചുഗലിൻ്റെ കളി. അപ്പോൾ അതിനനുസരിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് അഡാപ്റ്റ് ആയിട്ട്, ബ്രൂണോ ഫെർണാണ്ടസ് നല്ല എന്താ പറയുക ഫിനിഷറാണ്, നല്ല അസിസ്റ്റ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയി കളിച്ച് ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയും ബ്രൂണോയും ഫ്രണ്ടിലും ഈ രണ്ട് പേസി വിങ്ങേഴ്സ് വിങ്ങിലും ആവുന്ന കളിയായിരിക്കും ഒരു പക്ഷേ കുറച്ചും കൂടി. പക്ഷേ എന്തോ റോബർട്ടോ മാർട്ടിനസിനെ കോൺസിസാവോയിൽ അത്ര ഒരു കോൺഫിഡൻസ് കണ്ടിട്ടില്ല ഇതുവരെ. മാർട്ടിനസ് ഈ പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് അദ്ദേഹം നാഷണൽ ടീമിൽ വലിയൊരു സക്സസ് ആവാത്തതിന് കാരണം എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് വിഗൻ അത്ലറ്റിക്കിനെ കൊണ്ട് FA കപ്പ് ജയിപ്പിക്കുന്നു, അതല്ലാതെ പിന്നെ എവർട്ടനെ കൊണ്ടൊരു എനിക്ക് തോന്നുന്നു യൂറോപ്യൻ പ്ലേസസിൽ എവർട്ടനെ എത്തിച്ചു എന്നുള്ളൊരു രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു ആളുടെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയാനുള്ളത്. പക്ഷെ അതൊക്കെ ക്ലബ് പെർഫോമൻസ് ആണ്. ക്ലബ്ബിൽ നമുക്ക് അധികം കിട്ടും, അതായത് മത്സരങ്ങൾ കുറേ ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രീമിയർ ലീഗിലൊക്കെ നമുക്ക് അറിയാം എത്രയും മത്സരങ്ങളുണ്ട്, ഒരു കണ്ടിന്യൂസ് സീസൺ കിട്ടും. ഒരു കണ്ടിന്യൂസ് സീസൺ കിട്ടും ആ ഒരു ടീമിന്. അതായത് വീക്ക് ഇൻ വീക്ക് ഔട്ട് നമുക്ക് പരീക്ഷണങ്ങൾ നടത്തി വെക്കാൻ പറ്റും. പക്ഷെ ഒരു മേജർ ടൂർണമെൻറ്റ് ഇതുപോലത്തെ ഒരു മേജർ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ നോക്കൂ, അതായത് ഇപ്പോൾ 3 മത്സരങ്ങളാണ് ഗ്രൂപ്പിലുള്ളൂ. അതായത് അതിന് കൈയഴിഞ്ഞ് എന്താ പറയുക പരീക്ഷണങ്ങൾ നടത്തി വെക്കാനുള്ള 3 മത്സരങ്ങളേ ഉള്ളൂ. അതിൽ ആദ്യ മത്സരം മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണത്തിന് പറ്റുള്ളൂ. പിന്നെ അതൊക്കെ ഒരു നോക്കൗട്ട് പോലെ തന്നെ. അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ മാർട്ടിനസ് നാഷണൽ ടീമിൽ അത്രയും സക്സസ് ആവാത്തതിനൊരു കാരണം. പിന്നെ അതാണ്. അപ്പോൾ ഈ ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഇനി പരീക്ഷണങ്ങൾക്കൊന്നും പറ്റില്ല. ഇനി അദ്ദേഹം ആ ഒരു കോമ്പിനേഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ ഏതൊരു മാനേജർ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്ന പോലെ ജയിക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തുക എന്നുള്ളത് അല്ലാതെ, അതായത് പെർഫെക്റ്റ് കോമ്പിനേഷൻ കണ്ടെത്താൻ ശ്രമിക്കാതെ ജയിക്കാനുള്ള എന്തെങ്കിലും വഴി, ഗോൾ കണ്ടെത്തുക എന്നുള്ളൊരു വഴി കണ്ടെത്തായിരിക്കും മാർട്ടിനസ് ഇന്ന് ചെയ്യേണ്ടത്.